ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേൺ ടിപ്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബയോളജിയിൽ നമ്മൾ +2 പോർഷനിലെ യൂണിറ്റ് 6-ലെ ചാപ്റ്റർ 4, അതായത് 4ാമത്തെ ചാപ്റ്റർ, ലാസ്റ്റ് ചാപ്റ്ററാണ് യൂണിറ്റ് 6-ലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറേ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, കോൺട്രാസെപ്റ്റീവ്സ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? നാച്ചുറൽ, ബാരിയർ, ഓറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്, പിന്നെ സർജിക്കൽ മെത്തേഡ്സ്, അങ്ങനെ കുറേ ഇതിൻ്റെ പേര് പഠിച്ചു. ഇന്ന് നമ്മൾ ഇവർ ഓരോന്നിനെയും പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. ഓക്കെ, അതിനു മുമ്പ് എന്താണ് കോൺട്രാസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ? എനി മെത്തേഡ് ഓർ പിൽസ് ദാറ്റ് പ്രിവെൻറ്റ് പ്രഗ്നൻസി. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഒന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ. എന്താ കോൺട്രാസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ? ഏതൊരു മെത്തേഡോ അല്ലെങ്കിൽ പിൽസോ ആകാം, അതെന്തിനെ, പ്രഗ്നൻസിയെ പ്രിവെൻറ്റ് ചെയ്താൽ അതിന് പറയുന്നതാണ് കോൺട്രാസെപ്റ്റീവ്. ഐഡിയൽ കോൺട്രാസെപ്റ്റീവിൻ്റെ ക്യാരക്ടേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ ആ വീഡിയോ ഒന്നും കൂടെ കാണുക. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഏതൊക്കെയാണ് ഓറൽ കോൺട്രാസെപ്റ്റീവുകളെന്നായിരുന്നു. ലാസ്റ്റ് ലൈനിൽ കിടപ്പുണ്ട്. ഏതൊക്കെയാണ്? നാച്ചുറൽ അല്ലെങ്കിൽ നാച്ചുറൽ മെത്തേഡ്സ് അല്ലെങ്കിൽ ട്രഡീഷണൽ എന്നും പറയും. ട്രഡീഷണൽ മെത്തേഡ്സ്. സെക്കൻഡ് ബാരിയർ മെത്തേഡ്സ്. തേർഡ് IUDs. 4ാമത്തെ പിൽസ്. പിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓറലി കഴിക്കുന്ന, അല്ലെങ്കിൽ ടെക്സ്റ്റിൽ ഓറൽ കോൺട്രാസെപ്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗുളിക, ഓറൽ കോൺട്രാസെപ്റ്റീവുകൾ. പിന്നെ 5th വൺ ഇൻജെക്റ്റബിൾസ് അല്ലെങ്കിൽ ഹോർമോണൽ ഇഞ്ചെക്ഷനുകൾ. 6th വൺ ഇംപ്ലാൻറ്റ്സ് ആൻഡ് 7th വൺ സർജിക്കൽ മെത്തേഡ്സ്. അങ്ങനെ 7 എണ്ണമാണ് മെയിനായിട്ട് പഠിക്കാനുള്ള കോൺട്രാസെപ്റ്റീവുകൾ. ഫസ്റ്റ് മെത്തേഡാണ് നാച്ചുറൽ മെത്തേഡ്. നാച്ചുറൽ അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ്. പേര് പോലെ തന്നെ അതിലെന്ത് കാണില്ല, ഒരു ബാരിയേഴ്സോ ഒരു പ്രോപ്പർട്ടികളൊന്നും യൂസ് ചെയ്യാതെ ഉള്ള മെത്തേഡാണ് നാച്ചുറൽ മെത്തേഡ്സ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, നാച്ചുറൽ മെത്തേഡ്സ് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് അവോയ്ഡിങ് ചാൻസസ് ഓഫ് ഓവം ആൻഡ് സ്പേം മീറ്റിംഗ്. ഫീമെയിൽ ഗാമീറ്റ് ആയിട്ടുള്ള ഓവവും മെയിൽ ഗാമീറ്റ് ആയിട്ടുള്ള സ്പേമും എന്ത് ചെയ്യരുത്, മീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു പ്രിൻസിപ്പിളാണ് നാച്ചുറൽ മെത്തേഡ്സ്. ഇവർ മീറ്റ് ചെയ്താൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കത്തുള്ളൂ, എങ്കിൽ മാത്രമേ പ്രഗ്നൻ്റ് ആവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർ നമ്മൾ മീറ്റ് ചെയ്യാതിരിക്കാൻ നോക്കുന്നതാണ് നാച്ചുറൽ മെത്തേഡ്സിൻ്റെ നാച്ചുറൽ മെത്തേഡിൻ്റെയും പ്രിൻസിപ്പിൾ. ബാക്കി എല്ലാത്തിൻ്റെയും ഇത് തന്നെയാണ്, പക്ഷെ അവിടെ ഓരോ പ്രോപ്പർട്ടികളുണ്ട്. നാച്ചുറൽ മെത്തേഡിൽ എങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്ന് നോക്കാം. 3 തരത്തിലുണ്ട്. 1 പീരിയോഡിക് അബ്സ്റ്റിനൻസ്, 2 വിത്ഡ്രോൾ ഓർ കോയിറ്റസ് ഇൻ്ററപ്റ്റ്, ആൻഡ് 3 ലാക്ടേഷണൽ അമിനേറിങ്. ഇങ്ങനെ 3 തരത്തിൽ നാച്ചുറൽ മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് വണ്ണാണ് പീരിയോഡിക് അബ്സ്റ്റിനൻസ്. അതെന്താണെന്ന് നോക്കാം. പീരിയോഡിക് അബ്സ്റ്റിനൻസിന് വേറൊരു പേരും കൂടെ ഉണ്ട്. കലണ്ടർ മെത്തേഡ് എന്ന് പറയും, അല്ലെങ്കിൽ റിതം മെത്തേഡ്. വേണ്ടവർ അവിടെ എഴുതി വെക്കാം. കലണ്ടർ അല്ലെങ്കിൽ റിതം മെത്തേഡ് എന്നും പീരിയോഡിക് അബ്സ്റ്റിനൻസിന് പറയും. പീരിയോഡിക് അബ്സ്റ്റിനൻസ് എന്താണെന്ന് നോക്കാം. Is one such method in which the couples avoid or abstain from coitus from day 10 to 17 of the menstrual cycle when ovulation could be expected. Periodic abstinence എന്ന് വെച്ചാൽ എന്താ? മെൻസ്ട്രൽ സൈക്കിളിൻ്റെ, ഫീമെയിലിൻ്റെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ പീരീഡ് 28 days ആണെന്ന് നമുക്കറിയാം. അതിലെ 10 തൊട്ട് 17 ദിവസങ്ങളിൽ എന്ത് നടക്കരുത്? 10 തൊട്ട് 17 ദിവസങ്ങളിൽ ഓവുലേഷൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന, അതായത് ഓവത്തിൻ്റെ റിലീസ് നടക്കാവുന്ന സമയമാണ്. ആ സമയത്ത് കോയിറ്റസിനെ അവോയ്ഡ് ചെയ്യും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പീരിയോഡിക് അബ്സ്റ്റിനൻസ് എന്ന് പറയുന്നത്. As chances of fertilization are very high during this period, 10 to 17 of menstrual cycle, അത് 10 തൊട്ട് 17 മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 10 തൊട്ട് 17 ദിവസത്തിൽ ഫെർട്ടിലൈസേഷൻ നടക്കാൻ സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ടാണ്? കാരണം ഓവുലേഷൻ, ഓവം റിലീസാവുന്നതും ഈ സമയത്ത് തന്നെ സ്പേം അവിടെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തിനെയാണ് എന്താ നമ്മൾ ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയുന്നത്. 10 തൊട്ട് 17 ദിവസം എന്നുള്ളത് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 10 to 17th ഡേ എന്ന് പറയുന്നത്, ആ പീരീഡിന് നമ്മൾ എന്താ പറയുന്നത്? ഫെർട്ടൈൽ പീരീഡ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ എന്നാണ് പറയുന്നത്. ഫെർട്ടൈൽ പീരീഡ്. ഈ സമയത്ത് കോയിറ്റസ് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്രിവെൻറ്റ്. അബ്സ്റ്റെയിൻ എന്ന് പറയുന്നത് പ്രിവെൻറ്റ് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ അതാണ് പീരിയോഡിക് അബ്സ്റ്റിനൻസ്. അവിടെ ഓർത്തിരിക്കേണ്ട കാര്യം എന്താ? പീരിയോഡിക് അബ്സ്റ്റിനൻസിൽ ഓർത്തിരിക്കേണ്ട കാര്യം
10 to 17th ഡേയിൽ എന്ത് നടക്കരുത്, കോയിറ്റസ് അവോയ്ഡ് ചെയ്യണം. പിന്നെ ആ സമയത്തിൻ്റെ പ്രത്യേകത എന്താ, ഓവുലേഷൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന സമയമാണ്, അല്ലെങ്കിൽ ഫെർട്ടൈൽ പീരീഡാണ് ആ സമയം, അത് ഓർത്ത് വെക്കുക. Therefore, by abstaining from coitus during this period, conception could be prevented. അതുകൊണ്ട് തന്നെ എന്താ, ഈ സമയത്ത് കോയിറ്റസ് നടന്നില്ലെങ്കിൽ 10 തൊട്ട് 17 ദിവസം, മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ 10 തൊട്ട് 17 ദിവസങ്ങളിൽ കോയിറ്റസ് നടന്നില്ലെങ്കിൽ നമുക്ക് എന്ത് അവോയ്ഡ് ചെയ്യാൻ പറ്റും, കൺസെപ്ഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി തന്നെയാണ്. അപ്പം പ്രഗ്നൻസിയെ പ്രിവെൻറ്റ് ചെയ്യാൻ ഈ സമയത്ത് കോയിറ്റസ് അവോയ്ഡ് ചെയ്താൽ നടക്കുക. ഇതിനെയാണ് നമ്മൾ പീരിയോഡിക് അബ്സ്റ്റിനൻസ് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് നാച്ചുറൽ മെത്തേഡാണ് വിഡ്രോവൽ ഓർ കോയിറ്റസ് ഇൻറ്ററപ്റ്റ് എന്ന് പറയും. അതെന്താണെന്ന് നോക്കാം. ഈസ് അനദർ മെത്തേഡ് ഇൻ വിച്ച് ദ മെയിൽ പാർട്ട്ണർ വിഡ്രോസ് ഹിസ് പെനിസ് ഫ്രം ദ വജൈന ജസ്റ്റ് ബിഫോർ ഇജാക്കുലേഷൻ സോ ആസ് ടു അവോയ്ഡ് ഇൻസെമിനേഷൻ. എന്താ, നമുക്കറിയാം മെയിലിൻ്റെ പെനിസ് ഫീമെയിലിൻ്റെ വജൈനയിലേക്ക് കടത്തി വിട്ടിട്ട് എന്താ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ഇൻസെമിനേഷൻ ഉണ്ട്, സെമനെ അങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നു. ആ ഒരു ഇൻസെമിനേഷന് മുമ്പ് എന്ത് ചെയ്യണം, മെയിൽ പാർട്ട്ണർ പെനിസ് വിഡ്രോ ചെയ്യും. അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ പറയുന്നത് വിഡ്രോവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇൻറ്ററപ്റ്റ് എന്ന്. തേർഡ് വണ്ണാണ് ലാക്ടേഷണൽ അമനേറിയ. അപ്പം ആ വിഡ്രോവൽ ഓർ കോയിറ്റസ് ഇൻറ്ററപ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് ഓർക്കുക. എന്താ അവർ ചെയ്യുന്നത്, ആക്ച്വലി അവരെന്താ ചെയ്യുന്നത്, അവർ ഇൻസെമിനേഷനെ പ്രിവെൻറ്റ് ചെയ്യും. ഇൻസെമിനേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, മെയിൽ പാർട്ട്ണർ പെനിസിനെ വിഡ്രോ ചെയ്യും. അപ്പോൾ ആ 2 കാര്യങ്ങളാണ് അവിടെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. തേർഡ് വണ്ണാണ് ലാക്ടേഷണൽ അമനേറിയ അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് മെൻസ്ട്രുവേഷൻ എന്ന് പറയും. ദിസ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ദി ഫാക്ട് ദാറ്റ് ഓവുലേഷൻ ആൻഡ് ദെയർഫോർ ദ സൈക്കിൾ ഡു നോട്ട് ഒക്കർ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഇൻറ്റൻസ് ലാക്ടേഷൻ ഫോളോയിങ് പാർച്ചറേഷൻ. ഇതെന്തിനെ ആശ്രയിച്ചിരിക്കുന്നതെന്നറിയോ, ഓവുലേഷനും അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിളും ഒന്നും ഒക്കർ ചെയ്യാത്ത ഒരു സമയമാണ് ഇൻറ്റൻസ് ലാക്ടേഷൻ, പാർച്ചറേഷൻ കഴിഞ്ഞിട്ടുള്ള സമയം. അതായത് കുഞ്ഞിന് അമ്മ പ്രസവിച്ചതിന് ശേഷം കുഞ്ഞിന് പാലൂട്ടുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കത്തില്ല, ഓവുലേഷനും അമ്മയ്ക്ക് ഉണ്ടാവത്തില്ല, അതുപോലെ തന്നെ മെൻസ്ട്രൽ സൈക്കിളും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ therefore as long as the mother breast feeds the child fully chances of conception ആണില്ല. അതുകൊണ്ട് തന്നെ എന്താ, അമ്മ കുഞ്ഞിന് പാൽ കൊടുക്കുന്ന സമയത്ത് മെൻസ്ട്രേഷനും ഓവുലേഷനും സംഭവിക്കാത്തതുകൊണ്ട് തന്നെ ഈ സമയത്ത് എന്താ കൺസെപ്ഷൻ, വീണ്ടും പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസ് കുറവാണ്. അതാണ് ലാക്ടേഷണൽ അമനേറിയൽ. അതുകൊണ്ട് ആ സമയത്ത് എന്ത് ചെയ്താൽ കോയിറ്റസിൽ പങ്കെടുത്താൽ പ്രഗ്നൻ്റ് ആവുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നാച്ചുറൽ മെത്തേഡിൽ നമ്മൾ നാച്ചുറൽ മെത്തേഡ് എന്താണെന്ന് ഓർക്കുക, നാച്ചുറൽ മെത്തേഡിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ഓർക്കുക. സ്പേമും ഓവും മീറ്റ് ചെയ്യാതിരിക്കുന്നതാണ്, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ചുമ്മാ ജസ്റ്റ് പ്രിവെൻറ്റ് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാർക്ക് കിട്ടത്തില്ല. ടെക്സ്റ്റിൽ പോലെ തന്നെ പഠിക്കണം. നാച്ചുറൽ മെത്തേഡിൻ്റെ പ്രിൻസിപ്പിൾ എന്താ, നാച്ചുറൽ മെത്തേഡ് അവോയ്ഡിങ് ചാൻസ് ഓഫ് സ്പേം ആൻഡ് ഓവം മീറ്റ് ചെയ്യുന്നത് തന്നെ അവർ അവോയ്ഡ് ചെയ്യുമെന്ന് പറയുക. പിന്നെന്താ, 3 എണ്ണം ഉണ്ട്. പീരിയോഡിക് അബ്സ്റ്റിനൻസ് 3 എണ്ണം ഉണ്ട്. പീരിയോഡിക് അബ്സ്റ്റിനൻസ്, വിഡ്രോവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇൻറ്ററപ്റ്റ് എന്ന് പറയും. ഇതിലെന്തൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത്, പീരിയോഡിക് അബ്സ്റ്റിനൻസിൽ ഓർത്തിരിക്കേണ്ടത് 10 തൊട്ട് 17 ദിവസത്തിൽ ചെയ്യരുത്. കാരണം അതാണ് ഫെർട്ടൈൽ പീരീഡ്. മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ 10 തൊട്ട് 17 ദിവസങ്ങളിൽ ചെയ്യരുത്, കോയിറ്റസിൽ പങ്കെടുക്കരുത്. പിന്നെ വിഡ്രോൾ ഓർ കോയിറ്റസ് ഇൻറ്ററപ്റ്റിൽ എന്താ ചെയ്യുന്നതെന്ന് ഓർക്കുക, ഇൻസെമിനേഷനെ പ്രിവെൻറ്റ് ചെയ്യും. എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യുന്നതെന്ന് ഓർക്കുക, മെയിൽ അവരുടെ പെനിസിനെ വിഡ്രോ ചെയ്യും, മെയിൽ വിഡ്രോസ് പെനിസ്. പിന്നെ 3ാമത്തെയാണ് ലാക്ടേഷണൽ അമനേറിയ. അവിടെ എന്താ ഓർത്തിരിക്കേണ്ട പോയിൻ്റ്, ലാക്ടേഷണൽ അമനേറിയയുടെ സമയത്ത് അമ്മയ്ക്ക് എന്താ ഈ ഓവുലേഷനും സംഭവിക്കത്തില്ല. അതായത് ഇൻറ്റൻസ് ആയിട്ടൊരു ലാക്ടേഷൻ കൊടുക്കുമ്പോൾ കുഞ്ഞിന് പാലൂട്ടുന്ന സമയത്ത് ഒരമ്മയുടെ ശരീരത്തിൽ ഓവുലേഷനും നടക്കത്തില്ല, മെൻസ്ട്രുവൽ സൈക്കിളും ഇല്ല. അപ്പം ആ സമയത്ത് കോയിറ്റസ് ചെയ്താൽ എന്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും,
പ്രഗ്നൻസിയെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നാച്ചുറൽ മെത്തേഡിൽ ഓർത്തിരിക്കേണ്ട പോയിന്റുകൾ. പിന്നെ ഈ ലാക്ടേഷണൽ അമനേറിയയിൽ ഓർത്തിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. എന്താ, ഹൗവർ ദിസ് മെത്തേഡ് ഹാസ് ബീൻ റിപ്പോർട്ടഡ് ടു ബി എഫക്റ്റീവ്ലി ഓൺലി അപ് ടു എ മാക്സിമം പീരീഡ് ഓഫ് 6 months ഫോളോയിങ് പാർച്ചറേഷൻ. ഈ ഒരു ലാക്ടേഷണൽ അമനേറിയ എന്ന് പറയുന്നത് ഇൻറ്റൻസ് ലാക്ടേഷൻ നടക്കുന്ന സമയത്ത് മാത്രം ആണ് ഇഫക്റ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരു മാക്സിമം 6 മാസം അത് കഴിഞ്ഞിട്ട്, അതായത് കുഞ്ഞിന് ജന്മം നൽകി കഴിഞ്ഞിട്ട് പാർച്ചുറേഷൻ കഴിഞ്ഞിട്ടുള്ള 6 മാസം മാത്രമേ ഇത് എഫക്റ്റീവ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇത് എഫക്റ്റീവ് ആകണമെന്ന് ഇല്ല. അത് ലാക്ടേഷൻ അമനേറിയയിലെ ഒരു പോയിൻ്റായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഉള്ളി എഫക്റ്റീവ് ആവുന്ന മാക്സിമം പീരീഡ് എത്ര? 6 months ആഫ്റ്റർ പാർച്ചുറേഷൻ കഴിഞ്ഞിട്ടുള്ള 6 മാസമാണ് മാക്സിമം ടൈം. ആ സമയത്ത് ചെയ്തെങ്കിൽ പ്രഗ്നൻ്റ് ആവാൻ സാധ്യത കുറവാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ചെയ്താൽ പ്രഗ്നൻ്റ് ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നത് ഈ നാച്ചുറൽ മെത്തേഡിൻ്റെ മെറിറ്റും ഡീമെറിറ്റും, അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ്. ആസ് നോ മെഡിസിൻ ഓർ ഡിവൈസസ് ആർ യൂസ്ഡ് ഇൻ ദിസ് മെത്തേഡ്. ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ നാച്ചുറൽ മെത്തേഡിൽ ഒരു ഡിവൈസ് ഉപയോഗിക്കുന്നില്ല, മരുന്നുകളൊന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സൈഡ് എഫക്റ്റ് എന്തായിരിക്കും? ഓൾമോസ്റ്റ് ഇല്ല. സൈഡ് എഫക്റ്റ് അധികം കാണത്തില്ല, ഒന്നും തന്നെ കാണത്തില്ല. ചാൻസസ് ഓഫ് ഫെയിലിയർ ഓഫ് ദിസ് മെത്തേഡ് ഈസ് ഓൾസോ ഹൈ. പക്ഷെ ഇതിനെന്താ, ഫെയിലിയർ ആവാനുള്ള, അതായത് വിചാരിക്കുന്ന പോലെ നമ്മൾ എല്ലാം കറക്റ്റായിട്ട് ചെയ്തെങ്കിലും പക്ഷെ എന്ത് സംഭവിക്കാം, ചിലപ്പം ഒരു ഡിവൈസോ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മെത്തേഡ് ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. നാച്ചുറൽ മെത്തേഡിൽ പ്രഗ്നൻ്റ് ആവില്ലെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ പ്രഗ്നൻ്റ് ആവും, അതിനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അതൊരു ഡീമെറിറ്റാണ്. മെറിറ്റ് എന്താ? സൈഡ് എഫക്റ്റ് ഒന്നും കാണത്തില്ല. അപ്പോൾ ഇത്രയാണ് നാച്ചുറൽ മെത്തേഡിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് സെക്കൻഡ് മെത്തേഡാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് ബാരിയർ മെത്തേഡ്. ഇൻ ബാരിയർ മെത്തേഡ് ദി ഓവം ആൻഡ് സ്പേം ആർ പ്രിവെൻറ്റഡ് ഫ്രം ഫിസിക്കലി മീറ്റിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബാരിയേഴ്സ്. നാച്ചുറൽ മെത്തേഡ് പോലെ തന്നെയാണ് ബാരിയർ മെത്തേഡിൻ്റെയും പ്രിൻസിപ്പിൾ. പക്ഷെ ഓവത്തിനെയും സ്പേമിനെയും ഫിസിക്കലി മീറ്റ് ചെയ്യുന്നതിൽ നിന്ന്, രണ്ടുപേരും മീറ്റ് ചെയ്യുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുക. എന്ത് പക്ഷെ ഉപയോഗിക്കുന്നുണ്ട് ബാരിയർ മെത്തേഡിൽ, അതാണ് ഇമ്പോർട്ടൻറ്റ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബാരിയേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇവരെ എന്ത് ചെയ്യുക, ഫിസിക്കലായിട്ട് ഇവർ മീറ്റ് ചെയ്യാതിരിക്കാൻ, സ്പേമും ഓവവും മീറ്റ് ചെയ്യാതിരിപ്പിക്കാൻ നോക്കുക. അതാണ് ബാരിയർ മെത്തേഡിൽ നടക്കുന്നത്. സച്ച് മെത്തേഡ്സ് ആർ അവൈലബിൾ ഫോർ ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. ഇമ്പോർട്ടൻ്റ് ആണ്. ബാരിയർ മെത്തേഡുകൾ സ്ത്രീകൾക്കുമുണ്ട് പുരുഷന്മാർക്കുമുണ്ട്. മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് ഒന്നാമത്തേത് കോണ്ടംസ്, രണ്ടാമത്തേതാണ് ഡയഫ്രം, സെർവിക്കൽ ക്യാപ്സ്, വോൾട്ട്. അവർ 3 പേരെയും ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാലും മെയിനായിട്ട് കോണ്ടം, പിന്നെ ഇതൊക്കെയാണ് ഡയഫ്രം, സെർവിക്കൽ ക്യാപ്പ് ആൻഡ് വോൾട്ട്. അപ്പോൾ ഫിഗർ 4.1ൻ്റെ എയും ബിയും നോക്കാമെങ്കിൽ കാണാം. ഇത് കോണ്ടം ഫോർ മെയിലാണ്. അത് കവർ ചെയ്യുന്നത് എവിടെയാണ്? കവർ ചെയ്യുന്നത് ഈ മെയിലിനാണെങ്കിൽ കവർ ചെയ്യുന്നത് പെനിസാണ്, ഓർത്തിരിക്കുക. മെയിലിലാണെങ്കിൽ കോണ്ടം കവർ ചെയ്യുന്നത് ഏതാ? പെനിസിനെ കവർ ചെയ്യും. ഫീമെയിലാണെങ്കിൽ ഇതാണ് ഫീമെയിൽ കോണ്ടം. അത് കവർ ചെയ്യുന്നത് എവിടേക്കാണെന്നറിയോ? വജൈനയും പിന്നെ സെർവിക്സും. അത് ഓർത്ത് വെക്കുക. നമ്മൾ പഠിക്കുന്നുണ്ട്, എന്നാലും നിങ്ങളൊന്ന് ആദ്യമേ ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഫീമെയിലിനെ കവർ ചെയ്യുന്നത് എന്തൊക്കെയാണ്? വജൈനയും കവർ ചെയ്യും, സെർവിക്സും കവർ ചെയ്യും. ഇനി എന്താണ് കോണ്ടം എന്നവിടെ പറയുന്നുണ്ട്. ആർ ബാരിയേഴ്സ് മെയ്ഡ് ഓഫ് തിൻ റബ്ബർ അല്ലെങ്കിൽ ലാറ്റസ് ഷീത്ത് ദാറ്റ് ആർ യൂസ്ഡ് ടു കവർ ദ പെനിസ് ഇൻ മെയിൽ ഓർ വജൈന ആൻഡ് സെർവിക്സ് ഇൻ ദ ഫീമെയിൽ. കോണ്ടംസ് എന്ന് പറഞ്ഞാൽ തിൻ റബ്ബറിൻ്റെ ഷീറ്റാണ് അല്ലെങ്കിൽ ലാറ്റക്സിൻ്റെ ഷീറ്റാണ്. അതെന്തൊക്കെ കവർ ചെയ്യും? മെയിലിലാണെങ്കിൽ പെനിസ് കവർ ചെയ്യും, ഫീമെയിലിലാണെങ്കിൽ വജൈനയും സെർവിക്സും ഒരുപോലെ കവർ ചെയ്യും. just before coitus so that the ejaculated semen would not enter into the female reproductive tract. ഇത് എപ്പോഴാണ്? ജസ്റ്റ് കോയിറ്റസിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും? ഇവർ കവർ ചെയ്യും. അങ്ങനെ വരുമ്പം എന്ത് സംഭവിക്കത്തില്ല? ഇജാക്കുലേഷൻ ഒരിക്കലും
അല്ലെങ്കിൽ സെമൻ ആണെങ്കിൽ ഒരിക്കലും എങ്ങോട്ടേക്ക് പാസ് ചെയ്യത്തില്ല, ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്കിലേക്ക് എൻ്റർ ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴാണ് ഇത് അവർ യൂസ് ചെയ്യുന്നത്? ജസ്റ്റ് ബിഫോർ കോയിറ്റസ്. അപ്പം കോണ്ടംസ് എന്താണെന്ന് ഓർത്തിരിക്കുക, റബ്ബർ അല്ലെങ്കിൽ ലാറ്റക്സ് ഷീറ്റാണ്. പിന്നെ അത് എവിടെ കവർ ചെയ്യാനാ? മെയിലിനും ഉണ്ട് ഫീമെയിലിനും ഉണ്ട്. മെയിലിനാണെങ്കിൽ പെനിസ് കവർ ചെയ്യും, ഫീമെയിലാണെങ്കിൽ വജൈനയും സെർവിക്സും കവർ ചെയ്യും. പിന്നെ എപ്പോഴാണ് ഇത് യൂസ് ചെയ്യുന്നത്? കോയിറ്റസിന് മുമ്പാണ്. എന്തിനാ? സെമൻ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ എൻ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടി. ദിസ് ക്യാൻ പ്രിവെൻറ്റ് കൺസെപ്ഷൻ. അപ്പം അങ്ങനെ ചെയ്താൽ എന്ത് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക്? പ്രഗ്നൻസി. കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി തന്നെയാണ്. പ്രഗ്നൻസി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. നിരോധ് ഈസ് എ പോപ്പുലർ ബ്രാൻഡ് ഓഫ് കോണ്ടം ഫോർ ദ മെയിൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചോദിക്കാം. ഒരു മെയിലിൻ്റെ കോണ്ടത്തിൻ്റെ പോപ്പുലർ ബ്രാൻഡാണ് നിരോധ്. Use of condom has increased in recent years due to additional benefit of protecting the user from contracting STIs. അത് STDs ആണെന്ന് തോന്നുന്നത്, STDs ആൻഡ് AIDS. അതായത് ഈ കാലങ്ങളിലായിട്ട് കോണ്ടത്തിൻ്റെ അളവ് കുറേ കൂടിയിട്ടുണ്ട്. ഇത് എന്തിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ, എന്തുകൊണ്ടാണ് ഇത് ഇവരുടെ യൂസ് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഡ്യൂ ടു ഇതിന് അഡീഷണൽ ബെനിഫിറ്റ് ഉണ്ട്. ഒന്ന്, ഇവർക്ക് പ്രഗ്നൻസി ഇവർ പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ കുറേ അഡീഷണൽ ആയിട്ട് ഇവരുടെ യൂസ് എന്തൊക്കെയാണ്? അഡീഷണൽ ബെനിഫിറ്റ്സ് യൂസറിനെ STDസും എയ്ഡ്സും ഒന്നും വരാതെ എന്ത് ചെയ്യും? പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ കോണ്ടംസ് ഡിസ്പോസിബിൾ ആണ്. നമുക്കത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കളയാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. ക്യാൻ ബി സെൽഫ് ഇൻസർട്ടഡ്. അടുത്ത ഒരു അഡീഷണൽ ബെനിഫിറ്റ് നമുക്ക് തന്നെ ചെയ്യാം. ആൻഡ് ദെയർ ബൈ ഗീവ്സ് പ്രൈവസി ടു ദി യൂസർ. അപ്പം നമുക്ക് പ്രൈവസി കിട്ടും. അപ്പം പ്രഗ്നൻസിയെ പ്രിവെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ കൺസെപ്ഷനെ പ്രിവെൻറ്റ് ചെയ്യും. അതുകൂടാതെ കോണ്ടത്തിനുള്ള അഡ്വാൻറ്റേജസ് ആണ് എന്തൊക്കെയാ? STDസും എയ്ഡ്സും ഒക്കെ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും യൂസറിനെ. പിന്നെ ഡിസ്പോസിബിൾ ആണ്. പിന്നെന്താ? സെൽഫ് ഇൻസേർട്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ പ്രൈവസിയും യൂസ് ചെയ്യുന്നവർക്ക് നൽകുന്നുണ്ട്. അടുത്ത ബാരിയർ മെത്തേഡാണ് ഡയഫ്രംസ് അല്ലെങ്കിൽ സെർവിക്കൽ ക്യാപ്പ് ആൻഡ് വോൾട്ട്. ഈ ഡയഫ്രംസും സെർവിക്കൽ ക്യാപ്പും വോൾട്ടും ഒക്കെ ബാരിയർ തന്നെയാണ്. എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? റബ്ബർ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അത് എവിടെ ഇടുന്നത്? ഈ 3 കാര്യങ്ങൾ ഒൺലി ഫോർ ഫീമെയിൽസ് ആണ്. കോണ്ടം എന്ന് പറയുന്നത് മെയിലിനും ഉണ്ടായിരുന്നു, ഫീമെയിലിനും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഡയഫ്രത്തിൻ്റെയും സെർവിക്കൽ ക്യാപ്പിൻ്റെയും വോൾട്ടിൻ്റെയും പ്രത്യേകത ദീസ് ആർ ഒൺലി ഫോർ ഫീമെയിൽസിന് മാത്രമുള്ളതാണ്. ഇനി ഇത് എവിടെ ഇൻസേർട്ട് ചെയ്യുന്ന? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലാണ്. ടു കവർ ദ സെർവിക്സ് ഡ്യൂറിങ് കോയിറ്റസിൻ്റെ സമയത്ത് സെർവിക്സിനെ കവർ ചെയ്യാൻ വേണ്ടി എവിടെ ഇൻസേർട്ട് ചെയ്യുന്ന? ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് തന്നെയാണ് ഡയഫ്രംസും സെർവിക്കൽ ക്യാപ്പും വോൾട്ടും ഇൻസേർട്ട് ചെയ്യുന്നത്. ഇവരുടെ പ്രത്യേകത ഡയഫ്രംസും സെർവിക്കൽ ക്യാപ്പും വോൾട്ടും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരിക, ഡയഫ്രംസ് മെയിലിൻ്റെ ബോഡിയിൽ എവിടെയാണ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനുത്തരവില്ല. കാരണം ഡയഫ്രംസ് അല്ലെങ്കിൽ സെർവിക്കൽ ക്യാപ്പ് വോൾട്ട് എന്ന് പറയുന്നത് ആരുടെ ശരീരത്തിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്? ഒൺലി ഫോർ ഫീമെയിൽസിന് മാത്രമുള്ള ബാരിയർ മെത്തേഡുകളാണ് ഇവർ 3 പേരും. ഏതൊക്കെയാ? ഡയഫ്രം, സെർവിക്കൽ ക്യാപ്പ് ആൻഡ് വോൾട്ട്. ഇനി ഇവരുടെ പ്രത്യേകത ദേ ആർ റീയൂസബിൾ. ഈ കോണ്ടം ആയിക്കോട്ടെ ഡയഫ്രം ഒക്കെ ആയിക്കോട്ടെ, ഇവരുടെ പ്രത്യേകത ദേ ആർ റീയൂസബിൾ, വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെന്താ? സ്പെർമിസൈഡൽ ക്രീംസ്, ജെല്ലീസ് ആൻഡ് ഫോംസ് ആർ യൂഷ്വലി യൂസ്ഡ് along with these barriers to increase their contraceptive efficiency. പിന്നെ എന്തൊക്കെയാണ്? സ്പെർമിസൈഡൽ ക്രീം എന്ന് പറഞ്ഞാൽ സ്പേമിനെ കൊല്ലാൻ പറ്റുന്ന ക്രീമുകൾ. ബൈ ചാൻസ് ഏതെങ്കിലും സ്പേം എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കൊല്ലാൻ പറ്റുന്ന തരത്തിലുള്ള ക്രീമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പെർമിസൈഡൽ ക്രീം. പിന്നെ അതുപോലെ ജെല്ലീസ് ആൻഡ് ഫോം, ഇവരൊക്കെ ഈ ബാരിയേഴ്സിൻ്റെ ഒപ്പം തന്നെ യൂസ് ചെയ്യുന്നുണ്ട് കോൺട്രാസെപ്റ്റീവിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, ബാരിയർ മെത്തേഡ്സിൽ 2 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്?
കോണ്ടം, പിന്നെ രണ്ടാമത്തേതിൽ ഡയഫ്രംസും സെർവിക്കൽ ക്യാപ്പും വോൾട്ടും. ഇവർ 3 പേരും 3 ആൾക്കാരാണ്, പക്ഷെ ഇവർ ഒൺലി ഫോർ ഫീമെയിൽസ്. ഈ ഡയഫ്രം ആയിക്കോട്ടെ, സെർവിക്കൽ ക്യാപ്പ് ആയിക്കോട്ടെ, വോൾട്ട് ആയിക്കോട്ടെ, ഇത് ആർക്ക് മാത്രമേ ഉള്ളൂ? ഒൺലി ഫോർ ഫീമെയിൽസ്. ഫീമെയിൽസിന് മാത്രമാണ് ഇതുള്ളത്, ഒൺലി ഫോർ ഫീമെയിൽസ് ആണ്. കോണ്ടം ആണെങ്കിൽ മെയിലിനും ഉണ്ട്, ഫീമെയിലിനും ഉണ്ട്. കോണ്ടംസ് എന്ന് പറഞ്ഞാൽ എന്താ? തിൻ ലാറ്റക്സ് അല്ലെങ്കിൽ റബ്ബർ ഷീറ്റാണ്. അത് മെയിലിലാണെങ്കിൽ അതെന്തിനെ കവർ ചെയ്യും? പെനിസ് കവർ ചെയ്യും. ഫീമെയിലിനാണെങ്കിൽ ആ പിക്ചർ നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരിക്കുക, ടെക്സ്റ്റിലുണ്ട്. ഫീമെയിലിനാണെങ്കിൽ വജൈനയും സെർവിക്സും കവർ ചെയ്യും. പിന്നെ കോണ്ടംസ് എന്താ ഇൻക്രീസ് ചെയ്ത്, അവരുടെ യൂസ് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം എന്താ? ഒന്ന്, പ്രഗ്നൻസിയെ പ്രിവെൻറ്റ് ചെയ്യും, അതിനാണ് പ്രിവെൻറ്റ് കോൺട്രാസെപ്ഷൻ. പിന്നെ STDസും എയ്ഡ്സും ഒന്നും വരത്തില്ല, അതായത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ലെങ്കിൽ എയ്ഡ്സ് മുതലായിട്ടുള്ള അസുഖങ്ങളൊന്നും വരത്തില്ല. പിന്നെ ഡിസ്പോസിബിൾ, നമുക്ക് കളയാൻ പറ്റുന്നതാണ്. പിന്നെ പ്രൈവസി കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു യൂസ് ചെയ്യുന്ന ആൾക്ക് പ്രൈവസി നൽകുന്നതാണ്. തന്നെ സെൽഫ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, സെൽഫ് ഇൻസേർട്ടഡ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൈവസി കിട്ടുന്നതാണ്. പിന്നെ ഈ ഡയഫ്രംസിൽ എന്താ ഓർത്തിരിക്കേണ്ടത്? ഡയഫ്രംസിൽ ഫീമെയിൽസിന് മാത്രമുള്ളതാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇവരുടെ കൂടെ ആരെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? സ്പെർമിസൈഡൽ ക്രീം ഉപയോഗിക്കുന്നുണ്ട്, ജെല്ലീസ് ഉപയോഗിക്കുന്നുണ്ട്, അതൊക്കെ ഫോം ഉപയോഗിക്കുന്നുണ്ട്, അതൊക്കെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇവർ റീയൂസബിൾ ആണ്. ഈ ഡയഫ്രംസ് ഒക്കെ എന്താ വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇത്രയാണ് ബാരിയർ മെത്തേഡിലുള്ളത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന മെത്തേഡാണ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് അല്ലെങ്കിൽ IUDs എന്ന് പറയുന്നത്. ഇത് ഭയങ്കര എഫക്റ്റീവുമാണ്, പോപ്പുലർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. ആ പേരിൽ തന്നെയുണ്ട്. എവിടെയായിരിക്കും ഇത് ഇൻസേർട്ട് ചെയ്യുന്നത്? യൂട്രസിലായിരിക്കും. ദീസ് ഡിവൈസസ് ആർ ഇൻസേർട്ടഡ് ബൈ ഡോക്ടേഴ്സ് ഓർ എക്സ്പേർട്ട് നഴ്സസ് ഇൻ ടു ദ യൂട്രസ് ത്രൂ വജീന. ഇത് വജീന വഴി യൂട്രസിലേക്കാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഫീമെയിലിൻ്റെ ബോഡിയിലാണ് ഇത് ഇടുന്നത്. ആരൊക്കെയാണ് ഇത് ചെയ്യാൻ? ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള നഴ്സസിന് മാത്രമേ സാധിക്കത്തുള്ളൂ, സെൽഫായിട്ട് ഇടാൻ പറ്റത്തില്ല. ദീസ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് ആർ പ്രസൻ്റ്ലി അവൈലബിൾ ആസ്. ഇനി ഇത് നമുക്കിപ്പം ഏതൊക്കെ രീതിയിൽ, പല രീതിയിലുള്ള IUDs ഉണ്ട്. നമുക്ക് എങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്? നോൺ മെഡിക്കേറ്റഡ് IUDs, അതിന് ഒരു എക്സാമ്പിളാണ് ലിപ്പസ് ലൂപ്പ്. പിന്നെ കോപ്പർ റിലീസിങ് IUDs, അതിന് എക്സാമ്പിളാണ് കോപ്പർ T, കോപ്പർ 7, പിന്നെ മൾട്ടി ലോഡ് 375. ഈ പേരുകളെല്ലാം ഓർത്തിരിക്കുക. പിന്നെ മൂന്നാമത്തെ ടൈപ്പാണ് ഹോർമോൺ റിലീസിങ് IUDs, അതിന് എക്സാമ്പിളാണ് പ്രൊജസ്റ്റാസേർട്ടും LNG-20യും. നമ്മുടെ ഫിഗർ 4.2 കാണിക്കുന്നത് കോപ്പർ T ആണ്. ഈ കോപ്പർ T ഇൻസേർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ഫീമെയിലിൻ്റെ യൂട്രസിലേക്കാണ്. കോപ്പർ T എന്നല്ല, IUDs എല്ലാം ഇൻസേർട്ട് ചെയ്യുന്നത് ഫീമെയിൽ യൂട്രസിലാണ്. പിന്നെ 3 തരത്തിലുള്ളത് നമുക്കിപ്പോൾ പ്രസൻ്റ്ലി അവൈലബിൾ ആണ്. നോൺ മെഡിക്കേറ്റഡ് എക്സാമ്പിൾ ഓർത്തിരിക്കുക, കോപ്പർ റിലീസിങ്, ഹോർമോൺ റിലീസിങ്. ഇനി IUDയുടെ കോമൺ ആയിട്ടുള്ള ഏത് IUD ആണെങ്കിലും അതിൻ്റെ കുറേ ഫങ്ഷൻ എന്താ? IUD ഇൻക്രീസസ് ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേം വിത്തിൻ ദ യൂട്രസ്. IUDs എന്ത് ചെയ്യും? സ്പേം എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ സ്പേമിനെ അവിടെ വെച്ച് നശിപ്പിച്ച് കളയും. അതിന് ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? സെല്ല് അതിൻ്റെ ഉള്ളിലാക്കും എന്നാണ്. അപ്പം സ്പേമിനെ അതിൻ്റെ ഉള്ളിൽ നശിപ്പിച്ച് കളയും. യൂട്രസിൻ്റെ അകത്ത് വെച്ച് തന്നെ ഈ കോപ്പർ അല്ലെങ്കിൽ ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് എന്ത് ചെയ്യും? അതിനെ അങ്ങ് എൻഗൾഫ് ചെയ്യും. പിന്നെ കോപ്പർ അയോൺ റിലീസ്ഡ് സപ്രസസ് സ്പേം മോട്ടിലിറ്റി. അതുപോലെ കോപ്പർ അയോൺസ് ആണെങ്കിൽ എന്തൊക്കെ ചെയ്യും? സ്പേമിൻ്റെ മോട്ടിലിറ്റി സപ്രസ് ചെയ്യും. അതുപോലെ തന്നെ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി ഓഫ് സ്പേമിൻ്റെ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റിയെ എന്ത് ചെയ്യും? അതിനെയും സപ്രസ് ചെയ്യും. അപ്പം കോപ്പർ റിലീസിങ് IUDs എന്താ ചെയ്യുന്നത്? കോപ്പർ അയോണിൻ്റെ പ്രത്യേകത എന്താ? സ്പേമിൻ്റെ മോട്ടിലിറ്റി കുറയ്ക്കും. മോട്ടിലിറ്റി കുറഞ്ഞാൽ പിന്നെ ഫെർട്ടിലൈസേഷൻ കപ്പാസിറ്റിയും കുറയും. പിന്നെ ഹോർമോൺ റിലീസിങ് IUDs in addition
make unsuitable for implantation and the cervix hostile to the sperm. ഇനി ഹോർമോൺ റിലീസിംഗ് ഉണ്ട്, മൂന്നാമത്തെ തരത്തിലാണ് ഹോർമോൺ റിലീസിങ്. ഈ ഹോർമോൺ റിലീസിങ് IUDസിൻ്റെ പ്രത്യേകത എന്താ? അവനാണെങ്കിൽ ഇംപ്ലാന്റേഷന് എൻഡോമെട്രിയത്തെ എന്ത് ചെയ്യത്തില്ല, അൺസ്യൂട്ടബിൾ ആക്കും. അപ്പോൾ ഇംപ്ലാന്റേഷൻ നടന്നില്ലെങ്കിലും പ്രഗ്നൻസി നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഹോർമോൺ റിലീസിങ് എന്ത് ചെയ്യും, ഇംപ്ലാന്റേഷന് വേണ്ടി എൻഡോമെട്രിയത്തിനെ അൺസ്യൂട്ടബിൾ ആക്കും. പിന്നെ എൻ്റെ സെർവിക്സ് ഹോസ്റ്റൈൽ ടു സ്പേം, പിന്നെ എന്ത് ചെയ്യും, സെർവിക്സ് സ്പേമിനെ കടത്തി വിടത്തില്ല എന്ന് പറഞ്ഞാൽ സെർവിക്സിലെ മ്യൂക്കസ് ഉണ്ട്, ആ മ്യൂക്കസ് എന്തായിട്ട് മാറും, ഹാർഡാകും, മ്യൂക്കസ് ഹാർഡാകും. അങ്ങനെയാണ് ഹോർമോൺ റിലീസിങ് ഹോർമോണ് സ്പേമുകളെ തടയുന്നത്. എന്താകും, സെർവിക്സിലെ മ്യൂക്കസ് ഹാർഡാകും, അപ്പോൾ സ്പേമിന് കടന്നു പോകാൻ പറ്റത്തില്ല. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനാണ്, IUDs ആർ ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് ഫോർ ദ ഫീമെയിൽസ് ഹു വാണ്ട് ടു ഡിലേ പ്രഗ്നൻസി ഓർ സ്പേസ് ചിൽഡ്രൻ. അതായത് ഒരു കുട്ടി കഴിഞ്ഞ് ഒരു കുട്ടിക്ക് ഇടയിൽ കുറേ സ്പേസ് വേണം, അല്ലെങ്കിൽ ഡ്യൂറേഷൻ കുറേ നാൾ കഴിഞ്ഞ് മതി ഒരു കുട്ടി, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രഗ്നൻസി താമസിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾക്ക് റിലയബിൾ ആയിട്ടുള്ള കാര്യമാണ് ഇത് intrauterine devices. These are ideal contraceptive for females who want to delay pregnancy, delay ചെയ്യാനും അല്ലെങ്കിൽ ചിൽഡ്രൻ ഓർ സ്പേസ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞ് മതി മറ്റേ കുഞ്ഞ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ IUDs ആണ് ബെസ്റ്റ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ്ലി അക്സെപ്റ്റഡ് മെത്തേഡ് ഓഫ് കോൺട്രസെപ്ഷൻ ഇൻ ഇന്ത്യ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈഡ്ലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കോൺട്രസെപ്ഷൻ മെത്തേഡ് ഇന്ത്യയിലോ ഉള്ളത് ഏതാണ്, ഈ IUDs ആണ്. ഇൻട്രായൂട്രൈൻ ഡിവൈസസ് ആണ്. അത് ഇൻസേർട്ട് ചെയ്യുന്നത് യൂട്രസിലേക്കാണ്, വജൈന വഴിയാണ്. ഡോക്ടേഴ്സോ അല്ലെങ്കിൽ എക്സ്പേർട്ട് നഴ്സസോ. പിന്നെ 3 തരത്തിലുള്ള IUDs അവൈലബിൾ ആണ്. ഒന്ന് നോൺ മെഡിക്കേറ്റഡ്, എക്സാമ്പിൾ ലിപ്പസ് ലൂപ്പ്. പിന്നെ കോപ്പർ റിലീസിങ്, കോപ്പർ ടിയും കോപ്പർ 7ഉം മൾട്ടിലോഡ് 375 ആണ് എക്സാമ്പിൾ. ഹോർമോൺ റിലീസിങ് ആണ് പ്രൊജസ്റ്റാട്ടും LNGയും. പിന്നെ IUDയുടെ ഫങ്ഷൻ എന്താ, കോമൺ ആയിട്ടുള്ള ഫങ്ഷൻ ഫാഗോസൈറ്റോസിസ്, സ്പേമിനെ അതിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ എൻഗൾഫ് ചെയ്യും ഈ IUDs. പിന്നെ അങ്ങനെ വരുമ്പോൾ എന്താ, അതുപോലെ തന്നെ കോപ്പർ അയോൺസ് ആണ് എന്ത് ചെയ്യുന്നത്, സ്പേമിൻ്റെ മോട്ടിലിറ്റിയെ സപ്രസ് ചെയ്യുന്നത്. അതുപോലെ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി, സ്പേമിൻ്റെ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റിയും കുറയ്ക്കും. പിന്നെ ഹോർമോൺ റിലീസിങ് ആണെങ്കിലോ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, എൻഡോമെട്രിയത്തിനെ ഇംപ്ലാന്റേഷന് വേണ്ടി അൺസ്യൂട്ടബിൾ ആക്കും, അപ്പോൾ പ്രഗ്നൻസി തടയും. പിന്നെ സെർവിക്സിലെ മ്യൂക്കസ് ഹാർഡായിട്ട് മാറും, സെർവിക്സ് മ്യൂക്കസ് ഹാർഡാകും, അപ്പോൾ എന്ത് സംഭവിക്കും, സ്പേമിന് കയറാൻ പറ്റാതെ വരും. അപ്പോൾ ഇത്രയാണ് IUDs നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇന്ന് 3 തരത്തിലുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആണ് പഠിച്ചത്. നാച്ചുറൽ അല്ലെ ട്രഡീഷണൽ മെത്തേഡ്, പിന്നെ സെക്കൻഡ് ബാരിയർ മെത്തേഡ്, തേർഡ് IUDs. ബാക്കി പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. താങ്ക്